ഹലോ ഓൾ, പുതിയൊരു സെമസ്റ്ററിൽ പുതിയൊരു മൊഡ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. വാട്ട് ഇസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞ കൺസെപ്റ്റുകൾ തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എക്സ്പ്ലെയിൻ അബൌട്ട് ദി ചാർജസ് അറ്റ് റെസ്റ്റ് അല്ലേ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതും ആ വേർഡ് തന്നെ ഉണ്ട്, എന്ത് ചാർജസ് അറ്റ് റെസ്റ്റിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനാണ് എന്ത് ലോസ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ മെയിനായിട്ട് അതിൻ്റെ ഉപയോഗം. അപ്പോൾ ചാർജസ് അറ്റ് റെസ്റ്റ് ആണ് നമ്മളെപ്പോഴും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കൺസിഡർ ചെയ്യുന്നത്. ചാർജസിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, അത് നിങ്ങൾക്കറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദർ ആർ 2 types ഓഫ് ചാർജ് അല്ലേ, പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. അപ്പം ഇതിന് ഏറ്റവും ബേസിക് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഏറ്റവും ബേസിക് ലോ ആണ് എന്ത്? കൂളംബ്സ് ലോ. വാട്ട് ഈസ് കൂളംബ്സ് ലോ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി force between two charges is directly proportional to the product of the charges and inversely proportional to the square of the distance between them. അപ്പോൾ എന്താണ് നമ്മുടെ കേസ്? ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഏറ്റവും ബേസിക് ലോ എന്ന് പറയുന്ന കൂളംബ്സ് ലോ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഇസ് കൂളംബ്സ് ലോ? നമുക്ക് എപ്പോഴും ചാർജസ് ആണല്ലേ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും ചാർജസിൻ്റെ സിസ്റ്റം ഓഫ് ചാർജസ് ഓർ എത്രയാണ് ഒരുപാട് ചാർജസ്, 1 ചാർജ് 2 ചാർജ്, ഇപ്പോൾ ഒരുപാട് ചാർജസിനെ നമ്മൾ കൺസിഡർ ചെയ്യും. ഇവിടെ നമ്മളെന്താ അത്തരത്തിലുള്ള ചാർജസിലെ 2 ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ 2 ചാർജസ് ഇസ് ഡയറക്ട്ലി എഫ് എന്ന് ക്യാപിറ്റൽ എഫ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ചാർജസ് അല്ലേ, പ്രൊഡക്റ്റ് ഓഫ് ദി ചാർജസ്. 2 ചാർജസ് കേസാണ് നമ്മളിവിടെ എടുത്തപ്പോൾ 2 ചാർജസ് ഇസ് Q1 ആൻഡ് Q2 ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. നമ്മൾ കേസ് ഇതാണെങ്കിൽ ഇതാണ് ഒരു Q1 എന്നൊരു ചാർജ് ഉണ്ട്, Q2 എന്നൊരു മറ്റൊരു ചാർജ് ഉണ്ട്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് R. So the force between them is this Q1 and Q2 can be any kind of charge. It can be positive and positive, it can be positive and negative and negative. So any kind of charge is possible. അപ്പം ഇത്തരത്തിൽ 2 ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ദിസ് ഈസ് ദി കൂളംബ്സ് ലോ. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കി നമ്മൾ ഈക്വൽ ടു എഴുതി കഴിഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു വാട്ട്? കെ. നമ്മളൊരു കോൺസ്റ്റൻറ്റോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് നമുക്ക് ഒഴിവാക്കാം. സോ കെ ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ. ദിസ് K we can write it as this constant for air or vacuum is 1 by 4 pi epsilon 0 and it has the value 9 into 10 raised to 9. So എന്താണ് ഈ കോൺസ്റ്റൻറ്റ് എപ്സിലോൺ 0യെ നമ്മൾ എന്താണ് വിളിക്കുക? പെർമിറ്റിവിറ്റി ഓഫ് സ്പേസ് എന്നാണത് അറിയുന്നത്. ദിസ് എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഓഫ് സ്പേസ് കെ ൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇവിടെ എപ്സിലോൺ 0 വി കോൾ ഇറ്റ് ആസ് പെർമിറ്റിവിറ്റി ഓഫ് സ്പേസ്. ഇത് കാരണം നമ്മൾ ചാർജസ് they are situated in air or vacuum. So this is the permittivity of free space. This permittivity of free space or vacuum, it is epsilon 0. It is equal to what? 8.84 into 10 raised to minus 12 Coulomb square per Newton meter square. This is the permittivity of free space. അപ്പം നമുക്ക് നിങ്ങൾ ഒന്നും കൂടി കാണാം. അപ്പോൾ നമ്മുടെ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്തായി? ഫോഴ്സ് ഇസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 ഇൻറ്റു Q1 Q2 by R സ്ക്വയർ. ദിസ് ഈസ് ദി കൂളംബ്സ് ലോ, കംപ്ലീറ്റ് കൂളംബ്സ് ലോ. സോ നമുക്കറിയാം Q1 Q2 ഇഫ് Q1 ഇൻറ്റു Q2 ഇസ് ഗ്രേറ്റർ ദാൻ 0, അതായത് പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? ചാർജസ് ആർ ഓഫ് സെയിം സൈൻ. സോ ഫോഴ്സസ് റിപ്പൾസീവ്. നമുക്കറിയാം സെയിം ചാർജസ് ആണെങ്കിൽ ദേ റിപ്പൾസ് അല്ലേ, ഓർ അൺലൈക്ക് ചാർജസ് എന്താണ്? അട്രാക്റ്റീവ്. സോ Q1 Q2 പോസിറ്റീവ് ആണെന്ന് അതിൻ്റെ മീനിങ് എന്താണ്? ഇറ്റ് മസ്റ്റ് ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ആ കേസിൽ ഫോഴ്സസ് റിപ്പൾസീവ്. ഇൻ അതർ കേസ് ഇഫ് Q1 Q2 less than 0, the product of Q1 Q2, that is Q1 into Q2, if less than 0, then the force is attractive.
സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ്. Q1 Q2 greater than 0, force is repulsive. If Q1 Q2 less than 0, force is attractive. സോ ഇത്രയാണ് Coulomb's law നമ്മൾ ഡിപ്പിക്റ്റ് ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു കോൺസ്റ്റൻറ്റും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇറ്റ് ഈസ് വി കോൾ ഇറ്റ് എസ് എഫ് മീഡിയം. ഒരു നമ്മളിപ്പം എയറിൻ്റെ കേസിലെ ഫോഴ്സാണ് കൺസിഡർ ചെയ്തത് അല്ലേ. ഇൻ അനദർ മീഡിയ, എനി അതർ മീഡിയ, ഫോഴ്സസ് 1/4πε into Q1 Q2 R square. Here epsilon is, this is the constant in any other medium that is ചാർജസ് ആർ സിറ്റുവേറ്റഡ്. ഈ ചാർജസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് മറ്റേതെങ്കിലും മീഡിയത്തിലാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന കൂളംസ് ലോ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസ് ഇസ് 1/4πε Q1 Q2/R square. സോ നമുക്കതിന് FM എന്ന് ഡിനോട്ട് ചെയ്യാം അല്ലേ. എനി അതർ മീഡിയൻ്റെ കേസിൽ കൂളംസ് ലോ ആണിത്. ഇവിടെ എപ്സിലോൺ എന്ന് പറയുന്നത് റിലേറ്റീവ് permittivity of that medium. This relative permittivity is equal to epsilon is equal to what? Epsilon 0 into epsilon r. Sorry, relative permittivity alla, that is permittivity. So this permittivity is related to നമ്മുടെ ഫ്രീ സ്പേസിലെ പെർമിറ്റിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന രീതിയിലാണ്. സോ നമുക്ക് എന്തായിട്ട് എഴുതാം? F/FM we will get what? F എന്ന് പറയുന്നത് F എയർ ആണ് കേട്ടോ. F എയർ ആണിത്. F എയർ ബൈ FM ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0 into Q1 Q2/R square divided by 1/4π എപ്സിലോൺ ആണല്ലേ. FM എന്ന് പറയുന്നത് ഫോർ എപ്സിലോൺ നമുക്ക് എന്ത് കൊടുക്കാം? എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ കൊടുക്കാം. എപ്സിലോൺ ആർ ആണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0. ഹിയർ എപ്സിലോൺ ഇസ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ആൻഡ് എപ്സിലോൺ 0 ഇസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിൻ്റെ വാല്യൂ നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ 1/4πε0 ഇൻറ്റു എപ്സിലോൺ ആർ Q1 Q2/R square എന്ന് വരും. സോ ദീസ് ഫാക്ടേഴ്സ് ക്യാൻസൽ അല്ലേ. ഈ 4πയും ക്യാൻസൽ ആവും. വാട്ട് വി വിൽ ഹാവ് then we will get epsilon r. This is the relative permittivity. So എന്താണ് relative permittivity? It is the ratio of force of the charges in air to the force in that medium. So this is relative permittivity. Dielectric constant or ഈ ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് കൂടി വിളിക്കും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റിനെ നമുക്ക് എന്തായിട്ട് ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു ചാർജസ് പ്ലേസ്ഡ് അറ്റ് എ സർട്ടൈൻ ഡിസ്റ്റൻസ് ഇൻ എയർ ടു ദി ഫോഴ്സ് ഓഫ് ബിറ്റ്വീൻ ദ സെയിം ടു ചാർജസ് പ്ലേസ്ഡ് അറ്റ് സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട് ഇൻ ദാറ്റ് മീഡിയം. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് 1 കൂളോംബിനെ നമുക്ക് വേറൊരു രീതിയിലും കൂടി ഡിഫൈൻ ചെയ്യാം. നമുക്കറിയാം ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് സിറ്റുവേറ്റഡ്. നമ്മൾ ഇഫ് Q1 is equal to Q2 is equal to 1 coulomb and R is equal to 1 meter, then our force എന്താണ്? ഫോഴ്സ് ഇൻ എയർ ബിറ്റ്വീൻ ദീസ് ചാർജസ് ഇസ് 1/4πε0 or it is എന്താണ്? 9 × 10⁻⁹ ന്യൂട്ടൺ ആണ് അല്ലേ. അപ്പോൾ 1 കൂളംബിനെ നമുക്ക് എന്തായിട്ട് ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ ചാർജ് എക്സ്പീരിയൻസ്ഡ് ചാർജ് ഓഫ് ദി ഒരു പാർട്ടിക്കിളിൻ്റെ ചാർജ് അതിൻ്റെ ദേ ആർ സിറ്റുവേറ്റഡ് അറ്റ് 1 മീറ്റർ. യൂണിറ്റ് ഡിസ്റ്റൻസിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന 2 ചാർജസിൻ്റെ മേൽ ഇഫ് എന്താണ് അതിൻ്റെ മുകളിൽ എഫക്റ്റ് ചെയ്യപ്പെടുന്ന, അതിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് 9 × 10⁻⁹ ആണെങ്കിൽ ആ ഫോഴ്സ്, ആ ചാർജസ് എത്രയായിരിക്കും? 1 കൂളം ആയിരിക്കും. അതാണ് 1 കൂളമ്പിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമുക്ക് if we have 2 charges of 1 coulomb each kept 1 meter apart in air, they would repel with a force equal to the weight of million elephant. അപ്പം നമുക്ക് അപ്പോൾ കൂളംസ് ലോ നമുക്ക് എന്ത് പറയാം? കൂളംസ് ലോയിൽ നിന്നും നമുക്ക് 1 കൂളമ്പിനെ വേണമെങ്കിൽ ആ തരത്തിലൊന്ന് ഡിഫൈൻ ചെയ്യാം അല്ലേ. 1 കൂളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിൽ വെച്ചിരിക്കുന്ന 2 ചാർജസ് ഉണ്ട്. ആ ചാർജസിൻ്റെ മേലെ യൂണിറ്റ് ഡിസ്റ്റൻസിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ 9 × 10⁻⁹ ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ദാറ്റ് ചാർജസ് ഇസ് 1 കൂളം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ എത്രയും പെട്ടെന്ന് നോട്ട്സൊക്കെ അയക്കാം കേട്ടോ. പെട്ടെന്ന്